എത്ര വലിയ സൂക്ഷ്മതയുടെ പെണ്ണാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. എത്ര വലിയ തഖ്വയിന്റെ പെണ്ണാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. മരിക്കയുടെ സന്ദർഭത്തിൽ പോലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വസിയത്ത് എന്തിനു കൊണ്ടുണ്ട? നിന്റെ ഈമാനുള്ള സഹോദരിമാരെ, നാണ് ഏത് നേരം മറിച്ചെങ്കിലും പാതിര ജാവുക തന്റെ മയ്യത്തടക്കണോ? ഞാൻ ഏത് നേരം മറിച്ചെങ്കിലും നിന്റെ മയ്യത്തിന് പാതിര ജാവ് കൊടുക്കണോ? കാരണം കേൾക്കാം ആയിഷ ബീവി ചൊല്ലു, നിന്റെ മയ്യത്ത് കുളിപ്പാട്ടി കഫൻ ചെയ്തിട്ട് മദീനത്തെ പള്ളിക്ക് കൊണ്ടുപോയിട്ട് മയ്യത്ത് നിസ്കരിച്ചാൽ പിന്നെ ആ മയ്യത്ത് കട്ടിയില്ല കൊണ്ടുപോയിട്ട് ഖബർസ്ഥാനത്തിൽ നിങ്ങൾ ബീക്കുമ്പോ ആ ഖബർസ്ഥാനത്തിൽ മയ്യത്ത് കട്ടിയില്ലേ ഉൾഗവുള്ള നിന്റെ മയ്യത്തിനെ ഉദ്ദാക്കിയിട്ട് ഖബറിലെ ഉൾഗയിന്റെ ആൾമാരെ കയ്യിൽ നിങ്ങൾ കൊടുക്കുമ്പോ ഖബറിലെ ഉൾഗയിന്റെ ആൾമാരെ നിങ്ങൾ ഉദ്ദാക്കിയിട്ട് നിന്റെ മയ്യത്തിനെ കൊടുക്കുമ്പോ ഖബറിലെ പരിസരത്തുള്ള ആൾമാർ ആയിഷ ബീവിയെ കഫന് ചെയ്യുന്ന തടി കാണില്ലേ? കഫന് ചെയ്യുന്ന ആയിഷയുടെ തടി കാണില്ലേ? അതുകൊണ്ട് ആ സ്വഹാബത്ത് ആയിഷ ബീവിയെ തടി കഫന് ചെയ്താൽ പിന്നെ കാണുക തീരാ. ഈ ആയിഷയുടെ തടി ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയാൽ പിന്നെ ഒരാളും മുഖം കാട്ടാത്ത ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ഒരാളും ശരീരത്തെ ഒരു ഭാഗവും കാട്ടാത്ത ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മരിക്കടെ ഗളികള് പോലും വസിയത്ത് ചൊല്ലു, പാതിര ജാവുക തന്നെ മയ്യത്തെടുക്കണു. നിന്റെ മയ്യത്ത് കട്ടിയില്ലേ മയ്യത്തിനെ ഉദ്ദാക്കിയിട്ട് ഖബറിന്റെ ഉള്ളിൽ അങ്ങനെ കയ്യിൽ കൊടുക്കുമ്പോഴത്തേക്ക് പോലും ചുറ്റുലിന്റെ ആൾമാർക്ക് ആയിഷയുടെ തടി എങ്ങനെയാണ്ട് കുർത്ത കിട്ടണു തീരാ. ഈ വസിയത്ത് ചൊല്ലിയ സൂക്ഷ്മതയുള്ള പെണ്ണായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മേല് പോലും വ്യഭിചാരത്തെ ആരോപത്തെ ഹുരിസിയ കനികത മുനാഫിഖാന അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ മുനാഫിഖ അല്ലാഹുവിന്റെ റസൂലിനെ എങ്ങനെയുള്ള ദ്രോഹാക്കണം അവിടെ അങ്ങനെയുള്ള ദ്രോഹാക്കിയാണ്. പക്ഷേ ചുരുക്കി ചൊല്ലണമെങ്കിൽ ആ മുനാഫിഖായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ മരിച്ചപ്പ അല്ലാഹുവിന്റെ റസൂൽ ആ മയ്യത്തിന് വേണ്ടി ദുആ തയ്യാറാവുക, ആ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കണമെങ്കിൽ നബി തങ്ങൾ തയ്യാറാവുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ ഈ കമീസരെ മാറ്റിട്ട് കൊടുത്തു ചൊല്ലു, ആ മയ്യത്തിന് കഫൻ ചെയ്യപ്പെടുക ഈ കമീസരെ ഉപയോഗമാക്കൂ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ കൈപിടിക്കരുത്. യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ അല്ലാഹുവിന്റെ റസൂൽ ആർക്ക് നിസ്കരിക്കരുത് നബിയേ? മുനാഫിഖായ ആളല്ല നബിയെ, കപട വിശ്വാസിയല്ലേ? ജീവനത്തിൽ അല്ലാഹുവിന്റെ റസൂലെ കണ്ണെടുത്ത് തന്നെ എടുപ്പാട്ടി ആള്, ജീവനത്തിൽ സ്വഹാബത്തിനെ എത്ര ജാവുക ഉൾപ്പെടുപാട്ടി ആള്. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മേലെ വ്യഭിചാരത്തെ ആരോപാക്കിയിട്ട് സ്വഹാബത്തിനെ കണ്ണട തന്നിലെ കടലാക്കി കണിക്കുന്ന ആളല്ലേ അല്ലാഹുവിന്റെ റസൂൽ. അവനുക്ക് വേണ്ടിയിട്ട് പാപ വിമോചനക്ക് വേണ്ടി തുറക്കട്ടെ. ഹബീബായ തങ്ങൾ ഉമറുൽ ഫാറൂഖിന്റെ കൈ ഇങ്ങനെ മെല്ലെ കൊടുപ്പാട്ടി ചൊല്ലു, ഉമരേ അല്ലാഹു ഖുർആനിലൂടെ നണ്ടിട്ടിക ചൊന്നുറ സവാഉൻ അലൈഹിം അസ്തഗ്ഫറത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും. അല്ലാഹുവിന്റെ റസൂല് അങ്ങക്ക് വേണ്ടി മാഫ് കേട്ടെങ്കിലും അങ്ങക്ക് വേണ്ടി മാഫ് കേട്ടില്ലെങ്കിലും ഒരുപോലെയാണ് നബിയേ. അല്ലാഹു ഒരിക്കലും അങ്ങക്ക് മാഫ് കൊടുക്കില്ല നബിയേ. മുശ്രിക്കീങ്ങൾക്കും മുനാഫിക്കീങ്ങൾക്കും അല്ലാഹു മാഫ് കൊടുക്കില്ല നബിയുടെ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരു ജാഗിൽ അല്ലാഹു ചൊല്ല എല്ലുവോ ബട്ടം അല്ലാഹുവിന്റെ റസൂൽ അങ്ങക്ക് വേണ്ടി മാഫ് കേട്ടെങ്കിലും സമാ അല്ലാഹുവിന്റെ റസൂലേ അല്ലാഹു അങ്ങക്ക് മാഫ് കൊടുക്കാര നബിയേ. ഞങ്ങൾ സാധാരണ പലക്കത്ത് ചൊല്ലി പോലെ 1000 വട്ടം കേട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ 100 വട്ടം കേട്ടെ അവൻ ഇല്ലാണ്ട് ചൊന്നേ 101 വട്ടം കേട്ടെങ്കിൽ അവൾ ഉണ്ടു ചൊന്ന് തറാന്താണ്ടല്ലതിനർത്ഥം. അവനോട്ട് 1000 വട്ടം കേട്ടെ വായങ്ക ഉമാനാക്കിയില്ല, അതൊരു തഗ്ലീബാക്കി ചൊല്ലെ. അതുപോലെ പരിശുദ്ധ ഖുർആനെ ചൊല്ലെ നബി അവനുക്ക് വേണ്ടിട്ട് ആ മുനാഫിക്ക് വേണ്ടി എല്ലോ അല്ലാഹുവിന്റെ റസൂൽ ഇസ്തിഗ്ഫാർ ചെയ്യെങ്കിലും അല്ലാഹു പുറത്തു കൊടുക്കാതെ നബിയേ. അല്ലാഹുവിന്റെ
റസൂൽ സ്വഹാബത്തിനൊക്കെ ചൊല്ലു. അല്ല ഖുർആനിൽ ചൊന്നട സ്വഹാബ എളുവപ്പെട്ട ആ മനുഷ്യക്ക് വേണ്ടി മാഫ് കേട്ടെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കാനാ ചൊന്നറ. പക്ഷെ നാ എളുവപ്പെട്ട കാരണം യാർ അള്ളാഹിട്ടിക്ക് അവനുക്ക് വേണ്ടി മാഫ് കേൾക്കണ്ടേ. ഈ ഹദീസിനെ വിശദീകരിച്ച് കണ്ടിട്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ലോക പ്രസിദ്ധമായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുടെ ഹദീസിന്റെ ഗ്രന്ഥത്തെ വ്യാഖ്യാനം ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ചൊല്ലു, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവനമാണ്, അത് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവമാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വിനയമാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ താഴ്മയാണ്. എത്ര ഇടങ്ങീരാക്കിയ ആനട്ടിക പോലും കരുണ കാട്ടകനികത സ്വഭാവം ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ലോകത്തെ മുസ്ലിമീങ്ങൾക്ക് പഠിപ്പാടിയതാണ്. അതുകൊണ്ടാണ് നാണ് ചൊന്ന പിറസത്തെ മുസ്ലിമീങ്ങള് മുശ്രിക്കാണെങ്കിലും ഏത് ശത്രുവാണെങ്കിലും ഏത് അമുസ്ലിം സഹോദരനാണെങ്കിലും പോലും മുസ്ലിമീങ്ങളുടെ തങ്ങളുടെ സ്നേഹമല്ലാത്തതില്ല. അതുകൊണ്ടാണ് കുടുംബാടിന്റെ പള്ളിയുടെ പരിസരത്തിൽ ഇണ്ടും മുസ്ലിമീങ്ങളായ ആളുമാരുടെ പരിപാടി, മുസ്ലിമീങ്ങളായ ആളുമാർ അല്ലാഹുവിന്റെ ഖുർആന്റെ ബയാനാക്കുമ്പോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിന്റെ ബയാനാക്കുമ്പോ ആ മുസ്ലിം സഹോദരന്മാർ മൈക്കറോ ഓപ്പറേറ്റ് ആക്കിയതുണ്ട്. ആ സൗഹാർദ്ദത്തുള്ള ഒരു ഉദാഹരണമാണ്, ആ സൗഹാർദ്ദത്തുള്ള ഒരു ഉദാഹരണമാണ്. എന്റെ ഇത് ഇല്ലാണ്ടായോണ്ടുള്ളതാണ് മുസ്ലിമീങ്ങളുള്ള ദുരന്തം. അല്ലാഹുവിന്റെ റസൂൽ ആദർശം ജീവനത്തിൽ അളവടിച്ച വിഷയത്തിൽ ഞങ്ങൾ ഇവിടെ ശ്രദ്ധ തപ്പിപ്പോയി. ഞങ്ങൾ ചൊന്നോട്ടുള്ള അവിടെ മുസ്ലിമീങ്ങൾ അങ്ങനെയത്ത്, ഇവിടെ മുസ്ലിമീങ്ങൾ ഇങ്ങനെയത്ത്, അവിടെ മുസ്ലിമീങ്ങൾക്ക് ദൗർജന്യത്ത്, അവിടെ മുസ്ലിമീങ്ങൾക്ക് അക്രമയത്ത്. അതിൽ ആറ് മുസ്ലിം ചൊല്ല ആൾ ആറ്. ഇനി ഒരു കാലത്തിൽ ഞങ്ങളുടെ മൈക്കാണത്തിൽ മീത്ത് എന്തെങ്കിലും മുസ്ലിമീങ്ങളുടെ മേലെ ദൗർജന്യായെങ്കിൽ ദബ്ബാളിക്കായെങ്കിൽ ഞങ്ങൾ ചൊല്ലില്ലേ, മുസ്ലിമീങ്ങൾ കാണിച്ചു ദുവറക്കോറോ, ഖുത്ബത്തുൽ ദുവറക്കോറോ, ഖുനൂത്തുൽ ദുവറക്കോറോ, തഹജ്ജുദിന്റെ ദുവറക്കോറോ. എങ്കിൽ മൈക്കാണത്തുള്ള മുസ്ലിം ഞങ്ങളുടെ സഹോദരന്മാരാണ്. ഞങ്ങൾ എന്തായോട്ടുള്ള സഹോദരിമാരെ, ഉമ്മമാരെ, ഞങ്ങളുടെ സഹോദരന്മാർ, ഞങ്ങളുടെ സഹോദരിമാർ എന്തായോട്ടുള്ള ഗാഞ്ചത്ത് ഗഡിക്റ്റായ കനികത ഒരു സമുദായ, കഞ്ചാവ് ഗഡിക്റ്റായോട്ടുണ്ട് ഞങ്ങളുടെ ബാലകാരന്മാർ. അല്ലാഹുവിന്റെ പള്ളിയുടെ പരിസരത്തിലില്ല, ഇൽമുടെ സദസ്സിലില്ല, വിജ്ഞാനത്തെ സദസ്സിലില്ല. എങ്ങനെങ്കിലും ഈ സമുദായത്തെ സംസ്കാരത്ത് ഉളപ്പെട്ട കനികത ഈ സമുദായത്തെ ഇസ്സത്തിനെ കാക്കണുക വേണ്ടിയിട്ട് എങ്ങനെ ഇൽമുടെ പ്രഭ അങ്ങനെ ഹൃദയത്തില് ഒരു ഫസൽ പണ്ട് എനിക്ക് ആക്കണോ ചെന്നൊരു ഉന്നതമായ നേതാക്കന്മാർ ശ്രമം വഹിച്ചോടെ ഉള്ള ഈ കുടുംബാടിയെ പള്ളിയിൽ പോലും മാഷാ അല്ലാഹ് ബാലകാരന്മാർക്ക് ദർസാക്കടെ കനികത വ്യവസ്ഥരാക്കിയ അതൊക്കെ വേണ്ടി ഉസ്താദ് തയ്യാറാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കാരത്തെ ചൊന്നുകൊടുക്കൊണ്ടു, ആദർശത്തെ വിശദീകരിക്കൊണ്ടു, ആശയത്തെ ജീവനത്തിൽ അളവടിച്ചെടുക്കാൻ ഉസ്താദ് തയ്യാറാണ്. നാ വരുമ്പത്തെ കിടക്ക് ഉസ്താദിന്റെ റൂമുക പോയ ഒരുപാട് നൂറുകണക്കിലുള്ള കിതാബുണ്ട്. കിതാബ് കാണുമ്പോൾ പൊതുവെ നമുക്കൊരു വലിയ ഒരു ആശയമുണ്ട്. നാ ഉസ്താദിന്റെ കേട്ട ഉസ്താദ് പള്ളിയുടെ മൗഖൂഫായതാണ് ഉസ്താദിന്റെ സ്വന്തം. പള്ളിയിൽ വഖഫായ കിതാബ് കണ്ടി ഉസ്താദ് ഇതെല്ലാം നല്ലത്, ഈ ഭാഗത്തുള്ളത് നല്ലത്, ഈ ഭാഗത്തുള്ളത് പള്ളിയുടേത് നോക്കണുക നേരമേ ഇല്ല. അല്ലാഹു ഉസ്താദിന്റെ ഇൽമുൽ ബറക്കത്ത് കൊടുക്കട്ടെ. ആ ഉസ്താദിന്റെ ഇൽമു പഠിക്കൊണ്ടു ഈ രായത്തെ പാണകാരന്മാർ തയ്യാറാവണം. സഹോദരിമാർ, ഉമ്മമാർ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ആങ്ങളന്മാർ, വേണ്ട നിങ്ങളുടെ മാപ്പിളമാരുടെ ഒരു നാളിൽ ഒരു അര ഗണ്ട അള്ളാഹുടെ പള്ളിക്ക് പോയിട്ടൊന്ന് ഇൽമു പഠിച്ച് ബറോച്ചൊന്ന് കടന്നു. ജീവനത്തിൽ ബദലാവനം ഉണ്ടാവുക തീർച്ചയാണ്. അള്ളാഹുടെ ഇൽമുടെ പ്രഭ, അള്ളാഹുടെ ആ വിജ്ഞാനത്തെ പ്രഭ, ആ പ്രകാശം ഒരാളുടെ കൽബുക കടക്കുമ്പോത്തുകൂ അവളൊരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അവന്റെ ജീവനത്തിലെ ബദലാവണരെ ഗുണമുണ്ട്. ആ ബദലാവന കാട്ടി തന്നെ മഹാന്മാരാണ് ഞങ്ങൾക്ക് ഉദാഹരണം. സയ്യിദുന ഉമറുൽ ഫാറൂഖ് ജണ്ട
രണ്ടാമത്തെ ഭരണാധികാരിയായി ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഖലീഫയായി ഭരണം ഏറ്റെടുത്ത സമയത്തില് അതേ ഒരേ ഒരു ജാവും ഉറങ്ങില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബിയായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുയുടെ രണ്ടാമത്തെ ഖലീഫയായിട്ട് അധികാരത്തെ ഏൽപ്പിച്ചു കൊടുത്ത സമയത്തിൽ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പിന്നെ കിടന്നിട്ട് ഉറങ്ങില്ല. കാരണം അധികാരം ഏറ്റെടുത്തനാണ്. അധികാരത്തെ നിബായിസിന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു ജാഗ്രത കൊറടി വന്നു പോയെങ്കിൽ അല്ലാഹുവിന്റെ മഹ്ശറത്തിൽ കുടുങ്ങി പോയിരുവല്ലേ ചൊല്ല പേടിയാ. അങ്ങനെ ജീവനത്തിൽ എത്ര വ്യത്യാസമുണ്ടെന്ന് ആലോചനാക്ക് നോക്കോറു. ഞങ്ങൾക്ക് മീറ്റ് എന്തെങ്കിലും ഒരു അധികാരം കിട്ടണമെങ്കിൽ അഥവാ ഒന്ന് വോട്ട് നിൽക്കണമെങ്കിൽ ചെറിയ ഒരു ഗ്രാമപഞ്ചായത്തിലെ വോട്ട് ഒരാളെ നിന്നെങ്കിൽ പോലും വോട്ട് കഴിഞ്ഞിട്ട് ഗന്ധിട്ട് അവനക്ക് റിസൾട്ട് അനുകൂലമായി പറയാണ്ട് വറക്ക് വരാല. ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തെരഞ്ഞെടുത്തിൽ പിന്നെ വേണമെങ്കിൽ നിശ്ചിന്തരവണ് കിടന്നുറങ്ങും. അധികാരം കിട്ടിപ്പോയി ഇതിന് പേടിക്കണ്ട. ഇനി 5 വർഷത്തേക്ക് ആരെ കാലടിക്ക് പോവണ്ട. അതേ സമയത്തിൽ അധികാരം കിട്ടോട ജാവും പോലും അധികാരത്തിന് വേണ്ടി ഓടി നടന്നില്ലേ. പക്ഷെ അധികാരം കിട്ടിയപ്പോ ആളുമാരെ കഷ്ടത്തും ദുഃഖത്തും സ്പന്ദനാകാതെ അധികാരിമാര് സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുയുടെ ഭരണം പഠിക്കണോ. ഈമാനുള്ള അല്ലാഹുവിന്റെ പള്ളി പരിപാലിക്കുന്ന കമ്മിറ്റി ഭാരവാഹികൾ പോലും കേൾക്കണോ. അതേ ഒരു പള്ളിയുടെ ഭരണാധികാരിയായിട്ട് നിങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട സമയത്തില് ഒരു പള്ളിയെ പരിപാലിക്കണമെന്നുള്ള കമ്മിറ്റിയുടെ അംഗമായി നിങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട സമയത്തില് ആ രാജ്യത്തുള്ള ഓരോ മുസ്ലിമീങ്ങളുടെ ജവാബ്ദാരി നിങ്ങളുടെ കയ്യിലുണ്ടോ. ആ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ നല്ല ബടക്ക് നിങ്ങൾ അല്ലാഹുറൊട്ടിക ഉത്തര ചൊല്ലണാവോടൂ. ആ രാജ്യത്തുള്ള മുസ്ലിമീങ്ങളെ നല്ല എങ്കിൽ നിങ്ങൾക്ക് ഇസ്സത്താണ്. ആ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾ അല്ലാഹുവിന്റെ മഹ്ശറത്തിൽ കുടുങ്ങുമ്പോ അല്ലാഹുവിന്റെ ഭവനത്തെ ഏറ്റെടുത്ത് പരിപാലിക്കുന്ന നിങ്ങമ്മത് ഉത്തര ചൊല്ലണായി വരൂ. ഇണ്ട് എത്തരമാ ജാഗരുള്ള അല്ലാഹുവിന്റെ പള്ളി പരിപാലിക്കുന്ന കമ്മിറ്റിക്കാര്, ആ പള്ളിയിൽ ഇൽമു ചൊന്നു കൊടുക്കുന്ന ഉസ്താദന്മാർക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരി ചൊല്ല ഒരേ ഒരു ചിന്തയില് അഥവാ ഉസ്താദന്മാരെ നിയന്ത്രിക്കണ അധികാരമാണ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയേ ചൊല്ലേ ഒരേ ഒരു വിശ്വാസത്തിൽ പെരുമാറ തമ്മാടി സ്വഭാവത്തെ കാട്ട ഒരുപാട് കമ്മിറ്റിക്കാരുണ്ട്. സുബ്ഹാനല്ലാഹ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അതാ പാതിര ജാവുക ഓരോ കല്ലിൽ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ട് പോണ്ടു. ഓരോ കല്ലിൽ ഓരോ ജാവും ഉമറുൽ ഫാറൂഖ് തങ്ങൾ തിരിട്. ആരായെങ്കിൽ കഷ്ടത്തിലുള്ളാറാ, ആരായെങ്കിൽ ഔത്തില് ഉറങ്ങാണ്ടുള്ളാറാ, ആരായെങ്കിൽ ഔത്തില് വായിലില്ലാണ്ടുണ്ടാ, ഏതെങ്കിലും ഒരു ഔത്തില് വിളക്കില്ലാണ്ടുണ്ടാ, ഏതെങ്കിലും ഒരു ഔത്തില് അടുപ്പ് കുത്തിയാകാത്തതുണ്ടാ. ഇങ്ങനെ രായത്തെ ഓരോ ആളുമാരെ കഷ്ടത്തെയും സുഖത്തെ അറിയണത് വേണ്ടി ജാമണ വർക്ക് കളയുമ്പോ ഒരു പാതിരജാവ് അസ്ലമു ചൊല്ല ഒരു അടിമ ഉമർ ഖത്താബിന്റെ കൂടമേ നടക്കുമ്പോ സുബ്ഹാനല്ലാഹ് കുറെ ദൂരത്തിൽ ഒരു ഔത്തിൽ ഇങ്ങനെ തീ ഇങ്ങനെ കത്തരുത് കാണ്ട് പുക പോണ്ടത് കാണ്ട് ചെറിയ മക്കളെ ബുൾബ് കേക്കിട് ഉമർ ഖത്താബ് അസ്ലമു ചൊല്ല അടിമരട്ടിക ചൊല്ലോടു. അസ്ലമേ അടുപ്പിലിങ്ങനെ പുക പോയോട്ടുണ്ടോ മക്കളെ ബുൾബ് കേക്കിട്. ഒരേ ദൂരെ ഇങ്ങനെ നടന്നു പോയിട്ട് ആ ഒരു ചെറിയ ഒരു ഗുഡിസറ് പോലത്തെ ഔത്തിലെ ഉൾക ഉള്ള ഒരു പെണ്ണിങ്ങരുട്ടിക ഉമർ ഖത്താബ് കേക്കിട്. സഹോദരി ഔത്തിലെ ഉൾക എന്തിനാ നടന്നുകൊണ്ടുണ്ട് സഹോദരി, എന്തേ മക്ക ഇങ്ങനെ പുൽപുട്ടോണ്ടുള്ളേ, എന്തിനാ നിങ്ങൾ കത്ത് വാട്ടിയോണ്ടുള്ള പുക പോണ്ടേ. ആ സഹോദരി ചൊല്ല ആ പെണ്ണിങ്ങ ചൊല്ലോടു. ഈ ബന്നാട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഗുർത്തയില്ല, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് ഖലീഫ ചൊല്ല് പരിചയമില്ല. ആ പെണ്ണിങ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചൊല്ലോടു.
പെണ്ണി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളൊട്ടിക ചൊല്ലോടു, ഓ സഹോദരാ, നന്റെ മക്ക പസി കൊണ്ടിട്ടു പസി തടിയാട്ട് ബേജാറ് കൊണ്ടിട്ടു പയിച്ചിട്ട് വേറെ ഒരു മാർഗം കാണാണ്ട് പുൽപുട്ടോട്ടുള്ളേ. മുസ്ലിമീങ്ങളെ, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, സംഘാടകന്മാർ നിങ്ങളുടെ ഭാഗത്ത് ബക്കറ്റ് കൊണ്ടുവരുമ്പോ നല്ല ഒരു സംഖ്യ കൊടുത്ത് സഹായിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അല്ലാഹു ഐശ്വര്യത്തെ തരട്ടെ, ബർക്കത്തിനെ തരട്ടെ. ഞാൻ ചൊന്നോണ്ട് വന്നേ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുരൊട്ടിಗೆ ആ പെണ്ണിങ്ങ ചൊല്ലു, നന്റെ മക്ക പസി തടയുണുകാവാണ്ട് പുൽപുട്ടോണ്ടുള്ളേ. ഇങ്ങനെ ആ സന്ദർഭത്തിൽ ഉമർ ഖത്താബ് കേക്കട്ടെ, എങ്കിൽ എന്തിനെ അടുപ്പിൽ ഇങ്ങനെ ബന്ധോണ്ടുള്ളേ. ആ പെണ്ണിങ്ങ ചൊല്ലു, കാല് തന്നിങ്ങനെ വെച്ച് പയപ്പാട്ടിട്ട് മക്കളിട്ടിക നാട് ഇപ്പ വേവിടു ചൊന്നോട്ടു. മക്കളെ എങ്ങനെങ്കിലും ഒന്ന് സമാധാനാക്കി വറക്കൊണ്ടു നോക്കുടതാ. സുബ്ഹാനല്ലാഹ്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പെണ്ണിങ്ങളെ ചൊല്ലിയ പലക കേട്ട് ബേജാറായിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പെണ്ണിങ്ങളുടെ കേട്ട്, ഉമ്മാ നിങ്ങളെ സഹായിക്കൊണു കാറുമില്ലേ, കഷ്ടത്തുക നിറവാവണു നിങ്ങൾക്ക് ആറുമില്ലേ കേൾക്കുമ്പോ ആ ബാലകത്തിയായ ചെറിയ മക്കളെ ഉമ്മ ചൊല്ലോടു, ഞങ്ങളെ രാജ്യത്തെ ഭരണം ഏറ്റെടുത്ത് ഖലീഫായ ഒരാളുണ്ടോ, ആ ആള് നാളെ അള്ളാഹുടെ മഹ്ശറത്തേക്ക് വരുമ്പോഴത്തേക്കു അള്ളാഹുടെ മുന്നിലാണ് പടച്ചോണ്ടിട്ടിക ചൊല്ലുക, പടച്ചോട് ഞങ്ങളെ രാജ്യത്തെ ഭരണാധികാരിയായ ഈ മനുഷ്യ, ഇയാളെ കയ്യിലെ അധികാരം ഇന്നിട്ട് പോലും നന്റെ മക്ക പട്ടിണി കിടക്കണായി ബന്ദർ അല്ലാ. ഈ പലക കേട്ട സാത്ത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ സഹോദരിയായ ആ പെണ്ണിനൊട്ടിಗೆ കേക്കട്, സഹോദരി, നീനിങ്ങനെ കഷ്ടത്തിലുള്ളത് ഉമറുൽ ഫാറൂഖ് അഥവാ ഭരണാധികാരിക ഗൊന്താക്കിരാറാ. ആ സഹോദരി ചൊല്ലു, ഒന്നാണെന്തൊക്കെ ഗൊന്താക്കണോ, അധികാരം ഏറ്റെടുക്കുമ്പോ ആള് ചിന്തിക്കണ്ട, നന്റെ അധികാരത്തെ പരിധിയിലുള്ള ആളുമാരെ കഷ്ടത്തുക നാണ് നിറവാവനാവിടൂ, നന്റെ അധികാരത്തെ പരിധിയിലുള്ള ആളുമാരെ ബേജാരനാണ് ശ്രമിക്കണാവിടൂ, നന്റെ അധികാരത്തെ പരിധിയിൽ ഒരു പെടക്കത്തര നടക്കുമ്പോഴത്തേക്ക് നാണതിനെ തടയണാവിടൂ, നന്റെ അധികാരത്തെ പരിധിയിൽ നടക്കണ അനാചാരത്തുക നാണ് അഡ തടയാവണാവിടൂ. ഇതെല്ലാം ആലോചനാക്കിട്ട് വേണ്ട അയാൾ അധികാരത്തെ ഏറ്റെടുക്കണു. അതുകൊണ്ട് അധികാരം ഏറ്റെടുക്കുമ്പോ അള്ളാഹുവിനെ പേടിക്കാണ്ട് ചിന്തിക്കാണ്ട് അധികാരത്തെ ഏറ്റെടുത്ത ഗണികത്തെ ഈ മദീനത്തെ ഭരണാധികാരിയുടെ എതിർക്ക് അള്ളാഹുവിന്റെ മത്സരത്തിൽ നാളെ സാക്ഷി ചൊല്ലുക. ഈ പെണ്ണുങ്ങളുടെ പലക കേൾക്കുമ്പോഴത്തേക്കു സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടിമയായ അസ്ലമു ചൊല്ലെ ആളെ കയ്യും പിടിച്ചിട്ട് അതാ നേരെ ഔത്തര ഭാഗത്ത് ഓടി കൊണ്ടു. പാതിര ജാവുക ഓടിയിട്ട് അവസാനം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുടെ ആ ജാഗയെത്തുമ്പോഴത്തേക്കു അതാ വേഗം ഒരു കോണിയെടുക്കട്. എന്നിട്ട് അതൊക്കെ പൊരിയ ഗോതമ്പത്തെ ഗോതിര റൊട്ടിയാക്കട കനക്കിത് പൊടിയില ഇങ്ങനെ നുറക്കിട്. പൊരിയ നെയ്യതൊക്കെ ബേക്കിട്. പൊരിയ നല്ല പച്ചയായ ഈത്തപ്പഴത്തെ ഗോണിക നുറക്കിട്. പൊരിയ വെള്ളിരെ കോയിനുസും നാണ്യത്തും എടുത്തിട്ട് ആ ഗോണി കേട്ടിട്ട് അസ്ലമൂച്ചുടെ അടിമയായ മനുഷ്യരൊട്ടിക ഭരണാധികാരിയായ ഉമറുൽ ഫാറൂഖ് തങ്ങള് ചൊല്ലോടു, അസ്ലമേ തെല്ല് ഉദ്ദാക്കിട്ട് നിന്റെ കുഞ്ചിക ബൈക്കോറോ. അസ്ലമു ചൊല്ലു, യാ അമീറൽ മുഅ്മിനീൻ, എന്ത് പലക ഇത് അടിമയായ നാണിക്കുമ്പോ നിങ്ങ ഈ ഗോണി പൊറുപ്പിടമാ. മദീനത്തെ ഭരണാധികാരിയായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുരൊട്ടിಗೆ അടിമയായ അസ്ലമു ചൊല്ലാണ് ചൊല്ലോടു, അല്ലാഹുവിന്റെ റസൂൽ ഖലീഫയായ ഉമറുൽ ഫാറൂഖ് തങ്ങളെ നിങ്ങളുടെ കൂടെ അടിമയായ അസ്ലമിക്കുമ്പോഴത്തേക്ക് ഈ പാതിര ജാവുക നിങ്ങൾ ഗോണി പൊറുപ്പിടമാ. ഒരിക്കലും സമല്ല. ഇതിനെ നാട് പൊറുപ്പിടെ, നാടിതിനെ പൊറുപ്പിടെ ചൊല്ലുമ്പോ ഉമറുൽ ഫാറൂഖ് തങ്ങൾ കേക്കട്.
അസ്ലമ നാലമീത്ത് അല്ലാഹുടെ മഹ്ശറത്തിൽ ആ പെണ്ണിങ്ങ മീത്ത് ഉമറുൽ ഫാറൂഖിന്റെ എതിർക മീത്ത് അല്ലാഹുവിന്റെ സാക്ഷി ചൊന്നെങ്കിൽ അല്ലാഹുവിന്റെ എതിരിൽ ഉമറുൽ ഫാറൂഖിന്റെ ഭാഗത്തിൽ വന്ന് തപ്പോടെ ഏറ്റെടുക്കണം നിങ്ങൾ തയ്യാറാവുടാറാ നാളെ അല്ലാഹുവിന്റെ മഹ്ശറത്തില് ഭരണാധികാരിയായ ഉമറുൽ ഫാറൂഖിന്റെ തപ്പോടെ കൈ ചൂണ്ടി കാട്ടിട്ട് ആ പെണ്ണ് മീത് അല്ലാഹുവിന്റെ എതിരിലൊക്കെ കേടായിട്ട് എതിരായി സാക്ഷി നിന്നെങ്കിൽ ഉമറുൽ ഫാറൂഖിന്റെ തപ്പോടെ നിങ്ങൾ ഏറ്റെടുക്കണം തയ്യാറാവിടാറാ കേൾക്കുമ്പോ അസ്ലമൂശുടെ അടിമമുണ്ട ദീക്കിട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു എങ്കിൽ അസ്ലമ തന്റെ കുഞ്ചിക്ക് ഇതൊന്ന് പിടിക്കോറൂ എന്നിട്ട് ആ ഗോണി ഒത്താക്കി കുഞ്ചിൽ വെച്ചിട്ട് വേഗ നടന്നിട്ട് അതാ പെണ്ണിങ്ങ ഉള്ള അതേ ഹൈമയുടെ ഉള്ളിൽ പോയിട്ട് അടുപ്പിലുള്ള തണ്ണിന്റെ കീഴിൽ വെച്ചിട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉണവന്നെ കോതിരെ പിട്ടും ഈത്തപ്പഴം എല്ലാത്തെ കടക്കിട്ട് നല്ല സെയ്തെണ്ണ വീതിയിട്ട് അതാ നല്ല ഒരു കുടിക്കൊടുക്കുള്ള സാമണാക്കിയിട്ട് ആ പെണ്ണിങ്ങൾക്കും മക്കൾക്ക് കൊടുത്തിട്ട് വയറു തുറക്കിട് എന്നിട്ട് ഗോണില് കുടമെന്ന് പെണ്ണിനെ നാണ്യത്തെടുത്തിട്ട് ആ സഹോദരന്റെ കയ്യിൽ കൊടുത്തു ചൊല്ലോടു സഹോദരി നിങ്ങൾ ഇതിനെ ഏറ്റെടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ചെലവാക്കോറൂ ആ പാതിര ജാവുക സഹോദരി ചൊന്ന പലകുന്നുണ്ടാ മോനെ നിങ്ങൾ ആറിട്ട് കൊന്തില്ല നീ ഏത് രായത്തെ വന്ന ആളിട്ട് നക്ക് കൊന്തില്ല മദീനത്തെ ഭരണാധികാരി ഖലീഫ ഉമറാവുടേക്ക് ബദല് നിങ്ങമേ മീത് ഭരണാധികാരിയായെങ്കിൽ എത്ര ആളെ പസിതണിയാത്തല്ലേ സുബ്ഹാനല്ലാഹ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചൊല്ലുടു മോളെ സുബൈഹ് സൂര്യ ഉദിച്ചെങ്കിൽ ഭരണാധികാരിയായ ഉമറിന്റെ ആസ്ഥാനത്ത് നിങ്ങൾ പോണോ അവിടേക്ക് പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കേൾക്കോറൂ നിങ്ങൾ ഭരണാധികാരി മുട്ട പോകുമ്പോ ഉമറുൽ ഫാറൂഖിനെ മുട്ട പോകുമ്പോ ആ ജാഗല് നിങ്ങൾക്ക് നണ്ടം കാണോ ചെന്നിട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അതാ മടങ്ങിട്ട് ഔത്തിന്റെ പുൽപുട്ടോട് പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ഈ മാറുള്ള മുസ്ലിം നേതാക്കള് ഇണ്ട് ഈ സമുദായത്തിൽ നടക്കുന്ന എല്ലാ അനാചാരത്തും എല്ലാ ബടക്കത്തരത്തും ഒരു രീതിയിലും കാരണം ഓരോ മഹല്ലുടെ ഭരിക്കുന്ന ഉത്തരവാദിയുള്ള നേതാക്കന്മാരാ ധാർമ്മികമായ ശ്രദ്ധയില്ല അല്ലാഹുവിന്റെ ഇൽമ പഠിപ്പാട് വിഷയത്തിൽ ജാഗ്രതയില്ല ആ റായത്തിൽ അല്ലാഹുവിന്റെ ഇൽമ പഠിപ്പാടണോ ചൊല്ലകനികത ബിയാറയില്ല ആ റായത്തിൽ നടക്കുന്ന അനാചാരത്തെ തടഹിടിയണോ ചൊല്ല ബിയാറയില്ല സ്വന്തം നന്റെ മക്ക നല്ല എങ്കിൽ മയ്യാവോ ചൊല്ല ചിന്തയോടുകൂടിയാണ് പല നേതാക്കന്മാരുടെ ചിന്ത സുബ്ഹാനല്ലാഹ് നന്റെ മക്കൾ നല്ല നയിപ്പായിട്ട് തന്റെ മക്കൾ നല്ല എഡ്യൂക്കേഷൻ കൊടുത്തിട്ടു അങ്ങനെ ഒരു ഉന്നതമായ ജാഗികത്ത് പാട്ടിട്ട് വിട്ടെങ്കിൽ പിന്നെ നെമ്മതിയാല്ലേ മക്കൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുത്തിട്ടു മക്കളെ വിദേശത്തിലുള്ള സെറ്റിലാക്കിയിട്ട് പിന്നെ വന്നിട്ട് പള്ളിയുടെ കമ്മിറ്റിയിൽ ഒരു മെമ്പർ ആയെങ്കിൽ പിന്നെ ഉള്ള ജീവിതകാലത്തിൽ മരിക്കൽ വരെ ഉസ്താദന്മാരെ മുതൽ അധികാരം നടത്തിക്കൊണ്ടിരിക്കാൻ ഇത് മാത്രാണ്ട് പല ആൾമാരും വീരശിരേ എങ്കിലേ കുടുംബാടിന്റെ പള്ളിനെ പരിപാലിക്കുന്ന കമ്മിറ്റിക്കാരെ തീരുമാനം തിരകൊത്തുണ്ട ഇല്ല ഇല്ല ഈ റായത്തിൽ അല്ലാഹുവിന്റെ പ്രകാശമായ ഇൽമുടെ പ്രഭ ബീരണോ ഈ റായത്തിൽ തെരുതപ്പുടകനികരെ ബാലകാരന്മാരെ ഇസ്ലാമുടെ സംസ്കാരത്തിൽ ആദർശത്തിൽ കൈപിടിച്ചു കൊണവർണോ ഈ സമുദായത്തെ ഒരു വലിയ ഒരു തലമുറക്ക് നേതൃത്വം കൊടുക്കുന്ന സഹോദരിമാർക പോലും അല്ലാഹുവിന്റെ ഇൽമ പഠിപ്പാട്ടി കൊടുക്കണോ അതാണ് ഈ പള്ളിയിലെ കമ്മിറ്റിക്കാരെ തീരുമാനം നക്ക് ഒരേ നാളുക മുന്നിലേ ഉണ്ടക പണ്ടിക്ക് മുന്നിൽ അറിയണ സാധ്യത്ത് മഹിളാ ശരീഅത്ത് കോളേജ് തുടങ്ങുന്ന തീരുമാനാക്കിയാറ് കുടുംബാടി ജമാഅത്ത് കമ്മിറ്റിക്കാർ പെണ്ണുമക്കൾക്ക് ധാർമ്മികമായ
ഇൽമുടെ വിദ്യാഭ്യാസത്തെ പടിപാട്ടി കൊടുക്കടെ കണിക്കട. അതേ സഹോദരിമാരെ ആണികളെ കണിക്കല്ല പെണ്ണിങ്ങ. ഒരു കുടുംബ നല്ലവണെങ്കിൽ അതിന്റെ ഫൗണ്ടേഷൻ പെണ്ണിങ്ങ നല്ലെങ്കിൽ സാധ്യമാവിടെ. അതുകൊണ്ടല്ല അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലി അൽ ഉമ്മു ഹിയൽ മദ്റസത്തുൽ ഊല. ഒരു കിടാവിടെ ഒന്നാമത്തെ പാഠശാല, ഒരു കിടാവിടെ ഒന്നാമത്തെ പാഠശാല ഇത് കൊണ്ടുണ്ട ഉമ്മയുടെ മടി തട്ട്. ഉമ്മയുടെ മടി ഒരു നല്ല ഉമ്മയുടെ മക്കായെങ്കിൽ ആ ഉമ്മയുടെ മക്ക ഈ സമുദായത്തിന് വെളിച്ചത്തെ കാട്ടിക്കൊടുക്കും. ഒരു ഉമ്മ ബെടക്കായെങ്കിൽ ആ ഉമ്മയുടെ മക്കൻ ചിലപ്പോ ബെടക്കായി പോവും. അതൊക്കെ ഖുർആനിൽ ഉദാഹരണം ചൊല്ലു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പെഞ്ഞായി, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഒരു പെഞ്ഞായി അള്ളാഹുവിനുള്ള വിശ്വാസത്തെ, ഒരു പ്രവാചകന്റെ ആ തൗഹീദിന്റെ സന്ദേശത്തെ സ്വീകരിച്ചില്ല, സ്വന്തം മാപ്പിനെ അനുസരിച്ചില്ല. അതൊക്കെ ബദലായിട്ട് സംഭവിച്ചതിനെ കൊണ്ടുണ്ട നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സ്വന്തം മോണ് പോലും ധിക്കാരിയായി പോയി. കനാന് ചൊല്ലാല് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മോന് ധിക്കാരിയായി. എന്റെ കാരണം ഉമ്മ ബെടക്കായത് കൊണ്ട്, ഉമ്മ ബെടക്കായത് കൊണ്ട്. ഒരു കുടുംബം നല്ലാവണമെങ്കിൽ ഒരു സമുദായം, അതുകൊണ്ടല്ലേ ഗാദ്യമാത്ര എണ്ണൊന്നു കലിത്തര ശാലയൊന്നു തെരದಂತೆ. ഏത് ഗാദ്യമാത്രതെങ്കിലും ഗണ്ടൊന്ന് കലിത്തരൻ എന്തും ഇല്ല. ഗണ്ടൊന്ന് കലിത്തെങ്കിൽ ഏരി പോയെങ്കിലും നല്ലൊരു പൈൻറ്ററാവും, അല്ലെങ്കിൽ നല്ലൊരു ഡ്രൈവറാവും, അല്ലെങ്കിൽ ഒരു പൈലറ്റാവും, അല്ലെങ്കിൽ ഒരു IAS IPS ഓഫീസറാവും, അല്ലെങ്കിൽ ഒരു ലോയറാവും. ഒരു പാഠശാലയാവാൻ എണ്ണൊന്ന് കലിത്തര ശാലയൊന്ന് തെരದಂತೆ. ഈ ജമാഅത്തുള്ള ഒരുപാട് പെണ്ണുമക്കൾ പഠിച്ചെങ്കിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പെണ്ണുമക്കൾക്ക് ശിക്ഷണ കൊടുക്കുന്ന വിഷയത്തിൽ ഇസ്ലാം ഇവിടെ മണ്ടകാലം വെച്ചില്ല. പിന്നെ ചില സന്ദർഭത്തിൽ പെണ്ണുമക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുമ്പോഴത്തേക്കും മുസ്ലിം പണ്ഡിതന്മാർ ചില ജാഗ്രത ചൊന്നിട്ടില്ല. അതിക്ക് ചില അതിരതയായ കാരണങ്ങളുണ്ട്. അത് ആവശ്യകതയില്ല. ലോകത്തിൽ ഒന്നാമത്തെ വിശ്വവിദ്യാലയ യൂണിവേഴ്സിറ്റി ഓപ്പൺ ആക്കിയത് ഫാത്തിമ അൽ ഫിഹ്രി ചൊല്ലിയ ഒരു മുസ്ലിം സഹോദരിയാണ്. മുസ്ലിമീങ്ങൾ ഭയോത്പാദകർ മാത്രമല്ല, മുസ്ലിമീങ്ങൾ ഭീകരവാദി ഉഗ്രഗാമികൾ മാത്രമല്ല, ഭയോത്പാദന കൃത്യത്തിൽ ഭാഗിയാവിടെ ആൾമാർ മാത്രമല്ല മുസ്ലിമീങ്ങള്. ഈ ജഗത്തുള്ള ഇതിഹാസത്തിൽ ധാരാളം കൊടുക കൊടുത്ത മുസ്ലിം പണ്ഡിതന്മാരുള്ള പല ജാഗിലും അതിനെ പ്രസംഗിച്ചു ചൊന്നത്. നിങ്ങൾ നോക്കൂ, MBBS പഠിക്കുന്ന കനിക്കത്തെ ഏതൊരു സ്റ്റുഡന്റ് അബൂ ഹുസൈൻ അലി ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സീന ചൊല്ലിയ ഒരാളെ ഗൊന്തുണ്ടാക്കിയപ്പോ അയാൾക്ക് വലിയൊരു ഗ്രന്ഥമുണ്ട്, അൽ ഖാനൂനു തിബ്ബി. വൈദ്യകീയ ശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലും ഫിലോസഫിയിലും 100 കണക്കിലുള്ള ഗ്രന്ഥമെഴുതിയ കനികത്തെ മഹാമേധാവിയാണ് ഇബ്നു സീന ചൊല്ലിയ ഒരു മുസ്ലിം പണ്ഡിതൻ. പക്ഷേ പിൻകാലത്തിൽ ചരിത്രത്തെ തിരിച്ചറിഞ്ഞ ചില ആൾമാരുണ്ടല്ലോ. അയാളൊരു മുസ്ലിം പണ്ഡിതനായിട്ട് സമൂഹത്തെ ഗൊന്താവിടേക്ക എന്തിനാ ആ പേര് ബദലാക്കിയിട്ട് ഇബ്നു സീന ചൊല്ലാലെ അവിസെന്നാണ്ടാക്കിയത. അയാൾ എന്റെ കനികത്തെ അൽ ഖാനൂനു തിബ്ബിയെ ചൊല്ലേ വൈദ്യകീയ ശാസ്ത്രത്തിലുള്ള കനികത്തെ ആ ഗ്രന്ഥത്തെ ദി കാനൺ ഓഫ് മെഡിസിൻ ഇട്ടൊന്നിട്ട് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ആക്കിയിട്ട് ഇണ്ടും വൈദ്യകീയ ശാസ്ത്രം പഠിക്കുന്ന കനിക്കത്തെ മെഡിക്കൽ സ്റ്റുഡൻസിന്റെ പഠിപ്പാട്ടിയോണ്ടുള്ള മുസ്ലിം പണ്ഡിതൻ ഇബ്നു സീന ചൊല്ലിയ പണ്ഡിതന്റെ ഗ്രന്ഥം. അതുപോലെ രസായന ശാസ്ത്ര, കെമിസ്ട്രി, അതിന് പിതാമഹ ആറ് കേട്ടെങ്കിൽ ഇണ്ടും ചൊല്ലേ. ഗൂഗിളിൽ ഒന്ന് സെർച്ച് ആക്കി നോക്കൂ, ദി ഫാദർ ഓഫ് കെമിസ്ട്രി അബൂ മൂസ ജാബിർ ഇബ്നുൽ ഹയ്യാൻ ചൊല്ലിയ ഒരു മുസ്ലിം പണ്ഡിതനാണ്. ജാബിർ ഇബ്നുൽ ഹയ്യാൻ ചൊല്ലിയ ഒരു മുസ്ലിം പണ്ഡിതനാണ്. കെമിസ്ട്രിയുടെ രസായന ശാസ്ത്രത്തെ പിതാമഹ, ദി ഫാദർ ഓഫ് കെമിസ്ട്രി. ആ ജാബിർ ഇബ്നു ഹയ്യാന്റെ പേര് പിൽക്കാലത്തിൽ മുസ്ലിം കൊണ്ട് ഗൊത്താവണ്ടാണ്ട എന്തിനാ ഗെബർ ഉണ്ടാക്കിയാർ. GEBER ഗെബർ. ഗൂഗിളിൽ സെർച്ച് ആക്കി നോക്കുക. അമേരിക്കത്തെ ഈ റൈറ്റ് സഹോദരന്മാർ ആൽബർട്ട് റൈറ്റും വിൽബർട്ട് റൈറ്റും വിമാനത്തെ കണ്ടുപിടിക്കലേക്ക് എത്രമോ 100 കണക്കിന് വർഷത്തേക്ക് മുന്നുണ്ട്. ഈ സമാജത്തിൽ വലിയ ഒരു യന്ത്രത്തെ പാറുപാട്ടുണ ആവിടു ചൊല്ലതിനെ കണ്ടുപിടിച്ചത്
അബ്ബാസ് ഇബ്നു ഫർനാസ് ഒരു മുസ്ലിം പണ്ഡിതനാണ്. അബ്ബാസ് ഇബ്നു ഫർനാസ് ഇതിഹാസ വിളിച്ചുകൊണ്ട് കൊണ്ടുണ്ട് ദി ഫാദർ ഓഫ് ഫ്ലൈയിങ് മെഷീൻ, പറക്കിടകനിക്കത യന്ത്രത്തെ പിതാമഹ ചൊല്ലുന്ന പേരിൽ വിളിച്ചത് ഇതിഹാസ ഇണ്ടും അത് ഞങ്ങൾ കാണുക സാധ്യമാണ്. അത് മാത്രമല്ല 1498 ആഫ്രിക്ക ഖണ്ഡത്തെ പോർച്ചുഗലിന്റെ ഭാരതത്തെ കാലിക്കറ്റ് ಬಂದು ಇಲ್ಲಿ ಕನಿಕತೆ ವಾಸ್ಕೋ ಡ ಗಾಮ അഷ്ഫാഖ് വൈസിക്ക് ഉണ്ട് ഈ 2023 അങ്ങനെ സയ്യിദ് ഭായി രൗത്ത് പറഞ്ഞെങ്കിൽ സയ്യിദ് ഭായിട്ട് എന്നൊക്കെ ഗൂഗിൾ മാപ്പ് കേൾക്കാനായിട്ട് വന്നിട്ട് ഒന്ന് ലൊക്കേഷൻ ഷെയർ എങ്കിൽ 1498 വാസ്കോ ഡ ഗാമ ആഫ്രിക്കത്തെ ഭാരതത്തിൽ പറഞ്ഞെങ്കിൽ എങ്ങനെ വരും? കടൽ ദാരി മുഖാന്തരം വന്നേ. ആരാണ്ട് മാപ്പ് പഠിച്ചു കൊടുത്തത്? ആരാണ് മാപ്പ് ഉണ്ടാക്കി കൊടുത്തത്? അഹ്മദ് ഇബ്നു മാജിദ് ചൊല്ലുന്ന ഒരു മുസ്ലിം പണ്ഡിതൻ കടലിലെ തെരു എങ്ങനെ ചൊന്നിട്ട് വരച്ച കനകത്തെ മാപ്പ് നോക്കിയിട്ട് വാസ്കോ ഡ ഗാമ ഭാരതത്തെ കാലിക്കറ്റ് ഉണ്ട്. എത്ര മുസ്ലിം പണ്ഡിതന്മാർ ഈ സമുദായത്തിന് വിദ്യാഭ്യാസത്തിനും എല്ലാ നിലക്കും ഏത് മേഖലയിലും ഭൂഗോള ശാസ്ത്രത്തിലാണെങ്കിലും ഖഗോള ശാസ്ത്രത്തിലാണെങ്കിലും രസായന ശാസ്ത്രത്തിലാണെങ്കിലും ഗണിത ശാസ്ത്രത്തിലാണെങ്കിലും വൈദ്യകീയ ശാസ്ത്രത്തിലാണെങ്കിലും സംഗീതത്തിലാണെങ്കിലും മുസ്ലിം പണ്ഡിതന്മാർ ധാരാളം കൊടുത്താറ്. ഇണ്ട് നടന്നുകൊണ്ടുള്ളേ എവിടെങ്കിലും ഒരു 2.5 കിലോ ഗാഞ്ചി പിടിച്ചു വെച്ചെങ്കിൽ അബ്ബാസും ഉസ്മാനും അല്ലെങ്കിൽ അബൂബക്കറും ഉമറുൽ ഫാറൂഖ് അല്ലെങ്കിൽ ഹൈദർ അലി സഅദ് ഇബ്നു അബി വഖാസ് ഈ നിലക്കുള്ള പേര് സുബ്ഹാനല്ലാഹ്. അല്ലേ കള്ള്, ഈ നശ, ഈ ഗാഞ്ച ചൊല്ലിയ വിഷയ എത്രത്തോളം ഞങ്ങളുടെ സമൂഹത്തെ പെരകടിപ്പാട്ടിട്ട് ಗೊತ್ತುಂಟ. ഞങ്ങൾ ഈ സമൂഹം ഇങ്ങനെ ആയി പോണുള്ള കാരണം എന്തിനാ ಗೊತ್ತುಂಟ? ഈ കള്ളിടെ സംബന്ധിച്ചിട്ട് അള്ളാന്റെ ഖുർആൻ വലിയ ഒരു നിർദ്ദേശനം ഞങ്ങൾ പണ്ടേ തന്നിട്ട്. അള്ളാന്റെ റസൂൽ സ്വഹാബത്തിട്ട് ചൊല്ലു, സ്വഹാബ ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാ, നിങ്ങളുടെ നടുവിൽ പരസ്പര ശത്രുതയും പകരെ മാത്രം ഇട്ട് തരണു ശൈത്താൻ ഉപയോഗിക്കണേ. ലഹരിയിലും അതുപോലെ ജുഗാരിലായിരിക്കണേ. അതിന് മുഖാന്തര പണ്ട് എത്ര വലിയ പക വേറെ ഏതൊരു ലഹരിയിലും ജൂജാട്ടത്തിലും ജുഗാരിലും അതിന് മുഖാന്തരം പണ്ട് കനികച്ച പക വേറെ ഏതൊരു പറയാന. അതുകൊണ്ട് എന്റെ പിരുസത്തെ ഈമാനുള്ള സഹോദരിമാർ, ഞങ്ങളെ മക്ക ശരി ഹൈസ്കൂളിൽ പഠിക്കുന്ന മക്ക ഇന്ന് തെരുതപ്പി ഉണ്ടുണ്ട്. ഞങ്ങളെ മക്കളെ നോക്കുന്നത് കുറിച്ചൊത്തില്ല. ഹൈടെക് യുഗ എല്ലാവർക്കും അല്ലാഹു ധാരാളം നിഅമത്തിനെ തന്നര. എല്ലാവരും മകലങ്ങനെ സ്വർത്തിൽ ബിസി. എല്ലാവർക്കും അമിതമായ അപാരമായ ആത്മവിശ്വാസം. നന്റെ മോൺ എന്തെങ്ങനല്ല, നന്റെ മോളെന്തോ അങ്ങനല്ല. പക്ഷെ ഞങ്ങളുടെ മോൺ അങ്ങനെമ്മ അല്ലെങ്കിൽ ഇങ്ങനെമ്മ ഗൊന്തവിടെ ഏതെങ്കിലും ഒരു പേപ്പറിൽ വരുമ്പോ അല്ലെ വാട്സപ്പിൽ വരുമ്പോ കുബാവ നന്റെ മോണും കുടുങ്ങിപ്പോയി. ഈ സമൂഹം എച്ചെത്തിട്ട് ഈ സമൂഹ ജാഗ്രതയാക്കിയിട്ട് എച്ചര വഹിച്ചിട്ട് ഇനിയുള്ള കാലത്തിലെങ്കിലും മുസ്ലിമീങ്ങളുടെ ഇസ്സത്ത് നഷ്ടപ്പെടാത്ത നിലക്ക് ജീവനം നടത്തുന്ന തയ്യാറാവിടെ കനകത് അനിവാര്യത എപ്പമാ വന്നുപോയി. പിന്നൊന്ന് ഏറ്റവും വലിയ ഒരു ദുരന്തത്തിന് കൊണ്ടുവന്ന മുസ്ലിമീങ്ങൾ ഹലാലായ സമ്പത്തിലായിട്ട് ജീവിക്കണമെന്ന് നോക്കില്ല ചുണ്ടത്. മുസ്ലിമീങ്ങൾ ഏത് ഭാഗത്തിലും എങ്ങനെ കിട്ടിയെങ്കിലും ആവുകൊണ്ട് ഒരു നയാ പൈസ ഹലാലല്ലാത്തത് ഒരാളെ സമ്പത്തിന് കൂടി പോയെങ്കിൽ ആ ആള് സ്വതക്ക കൊടുത്തെങ്കിൽ സ്വീകരിക്കുന്നത് പോലും കറാഹത്തിന്റെ ഇസ്ലാം പടിപാട്ട്. ഒരാളുടെ നയാ പൈസ അത് അള്ളാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് മാർഗത്തിലൂടെ അയാൾ സമ്പാദിക്കുന്നുണ്ട് കൊത്തായെങ്കിൽ അയാൾ ഒരാൾക്ക് സ്വതക്ക കൊടുത്തെങ്കിൽ അതിൽ സ്വീകരിക്കാണ്ടിക്കൽ നല്ലേ. അയാളിട്ട് കൊല്ല ഹറാമിന്റെ സമ്പത്ത് മാത്രം ചൊല്ലി ഉറപ്പിന്നെങ്കിൽ അയാൾ തന്റെ സ്വതക്കത്ത് സ്വീകരിക്കാൻ ഹറാമായിട്ട്. ഞങ്ങളുടെ ഹറാമും ഹലാമും പ്രശ്നമല്ല. ഞങ്ങൾ ചൊല്ലി ഇസ്ലാമിൽ എന്തിനാ ബാബ അത് ഹറാമു ഇതാണ് എല്ലാ ഹറാമു ചൊല്ലി വിലക്കപ്പെട്ടത് അതിൽ ഇസ്ലാമിന്റെ ശരീഅത്ത് അതിനെ നിഷിദ്ധാക്കി അതാക്കുന്നത് തീരാ ചൊല്ലത്.
അപ്പൊ ഇസ്ലാം നിഷിദ്ധമാക്കിയ ഏത് കാര്യം അത് ശാരീരികമായിട്ട് നോക്കണമെങ്കിലും ആത്മീയമായിട്ട് ചിന്തിക്കണമെങ്കിലും സാമാജിക ദൃഷ്ടിയിൽ നിങ്ങൾ നോക്കണമെങ്കിലും ഏത് നിലക്ക് നോക്കണമെങ്കിലും ഒരു മനുഷ്യരെ സംബന്ധിച്ചത് ഉപകാര ഗുണമുണ്ടാക്കുക അല്ലാണ്ട് ദോഷമുണ്ടാക്കാൻ അത് ഏത് വിഷയത്തിലാണെങ്കിലും ഖുർആനിലും ഹദീസിലും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പാട്ടി നൽകിയ നിർദ്ദേശങ്ങൾ അത് ഞങ്ങളുടെ ജീവനത്തിൽ ഉപകാരത്തെ ഉണ്ടാക്കുന്നവർക്ക് ഇവിടെ ഉപദ്രവാക്കുന്നു. അതുകൊണ്ട് ന്യായ എന്തിന് നീതി എന്തിന് അത് നോക്കി അതിന് പിറകെ ഞങ്ങൾ പോകും. ഉത്തരവാദിത്തപ്പെട്ട അധികാരമുള്ള ആളുമാർക്ക് ഭരണാധികാരിമാർ അതൊരു മഹലുടെ കമ്മിറ്റിക്കാരാണെങ്കിൽ വലിയ ജവാബ്ദാരിയുണ്ട്. ചില മൂത്തുണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം കമ്മിറ്റിക്കാരാക്കിയെങ്കിൽ പിന്നെ ഉസ്താദ് അത് കമ്മിറ്റി തീരുമാനം അല്ലാതെ തങ്ങളുള്ളത് ശരീഅത്തിന് എതിരാണ്. അത് ഇങ്ങനെ പേനായേ അത് മസാല കമ്മിറ്റി തീരുമാനമാക്കിയിട്ടായിരുന്നു. ഹൈക്കോടതിയിൽ ഒരു ജഡ്ജ്മെന്റ് വന്നെങ്കിൽ പോലും അതിനെ തിരുത്തണക്കും അഥവാ അതിനെ പുനർപരിശീലനാക്കണക്കും സുപ്രീം കോർട്ട് പോകണമെങ്കിൽ അവകാശമുണ്ട്. കമ്മിറ്റിക്കാരെടുത്ത തീരുമാനത്തെ ബദലാക്കണമെങ്കിൽ ഇവിടെ അവകാശമില്ല. അങ്ങനത്തെ ചില കമ്മിറ്റിക്കാർ ഹൈക്കോർട്ടിൽ ഒരു ജഡ്ജ്മെന്റ് വന്നെങ്കിലും പിന്നെ വേണമെങ്കിൽ എപ്പോഴൊക്കെ സുപ്രീം കോർട്ടിൽ പോവാം. പക്ഷെ കമ്മിറ്റിക്കാർ ചില രാജ്യത്തിലുണ്ട് കമ്മിറ്റിക്കാരോട് തീരുമാനത്തിൽ ചില പള്ളിയിൽ നോക്കുന്ന ചെറിയ പെരുന്നാൾ നിസ്കാരം ഉണ്ടല്ലോ. ചെറിയ പെരുന്നാൾ നിസ്കാരത്തിൽ ലേറ്റാക്കി നിസ്കരിക്കുന്നുണ്ട്. ചുമലോട് തെല്ല് ലേറ്റാക്കി വലിയ പെരുന്നാൾ നിസ്കാരത്തിൽ വേഗം നിസ്കരിക്കുന്നു. എന്തെങ്ങനെ ഉസ്താദ് വേഗ രായത്ത് പോയിട്ട് പെരുന്നാളിന്റെ പൈസ എടുത്തോണ്ടിട്ട ചെറിയ പെരുന്നാളിന്റെ നിസ്കാരത്തെ ലേറ്റാക്കണോ ചൊല്ലുകൊള്ളേ. കാരണം ഈ ഫിത്ർ സക്കാത്ത് ഞങ്ങൾ കൊടുക്കില്ലേ, ഓരോ മനുഷ്യരുടെ ശരീരത്തിന് നിർബന്ധമായ കണ്ടായ സക്കാത്ത് കൊടുക്കില്ലേ, അരി കൊടുക്കില്ലേ. ഈ ഫിത്ർ സക്കാത്തിന് അരി കൊടുക്കുന്നത് ഏറ്റവും ഉത്തമമായ സമയം ഏത്? പെരുന്നാളില് സൂര്യൻ അസ്തമിച്ചത് മുതൽ 30ാമത്തെ നോമ്പാ 20 നോമ്പാ തീർന്നിട്ട് പെരുന്നാളിലെ ജാവാവില്ലേ, ആ 3 സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ പെരുന്നാള് നിസ്കാര ഇമാമ തുടങ്ങടേക്ക് മുന്നുള്ള ആ അരി കൊടുത്തെടുത്തിട്ടു. അപ്പൊ ഇമാമ് വേഗം നിസ്കരിച്ചെങ്കിൽ അരി കൊടുക്കുന്ന ടൈമത്തിൽ ഷോർട്ട് ആവണം. അപ്പൊ ഇമാമത്തിൽ ലേറ്റാക്കി നിസ്കരിച്ചെങ്കിൽ അത്ര ഗ്യാപ്പിൽ പിന്നെ അരി കൊടുക്കണു ബാക്കി ഞങ്ങൾക്കൊന്ന് കൊടുത്തു തീർക്കല്ലേ ആ ഉത്തമമായ സമയത്തിൽ. അതുകൊണ്ട് ചെറിയ പെരുന്നാളിന്റെ നിസ്കാരത്തിൽ തെല്ല് ലേറ്റാക്കി വലിയ പെരുന്നാൾ നിസ്കാരത്തിൽ വേഗം നിസ്കരിക്കണം. അതെന്റെ കാരണം വലിയ പെരുന്നാളിന്റെ കൊടുക്കുന്ന കണ്ടായ സുന്നത്തായ അഥവാ ചില മദ്ഹബിൽ അത് നിർബന്ധമാണ്. ഹനഫി മദ്ഹബ് നിർബന്ധം, ഷാഫിഈ മദ്ഹബിൽ മുഅക്കദായ പ്രബലമായ സുന്നത്ത്. ആ ഉദ്ഹിയത്ത് കൊടുക്കണ ടൈം തുടങ്ങരപ്പ വലിയ പെരുന്നാളിന്റെ നിസ്കാരവും ഒരു 2 ഖുതുബ കഴിഞ്ഞാൽ പിന്നെ അപ്പത്തിൽ വേഗം നിസ്കരിച്ചെങ്കിൽ ആ വലിയ പെരുന്നാളിലെ നന്തര കൊടുക്കുന്ന ഉദ്ഹിയത്ത് ടൈം യാറ് കിട്ടുമല്ലേ. അപ്പത്തിൽ വലിയ പെരുന്നാളിന്റെ നിസ്കാരം വേഗം നിസ്കരിക്കണം. ഈ മസാല ചൊന്ത് കൊടുക്കുമ്പോൾ ചില കമ്മിറ്റി ഉസ്താദെ ഞങ്ങളുടെ കമ്മിറ്റിയിൽ പണ്ടേ തീരുമ്പോ ചെറിയ പെരുന്നാള വില പെരുന്നാളിന് 3ാമത്തെ ഒരു നടുവത്തെ പെരുന്നാൾ നിങ്ങൾ നഗര നിസ്കാരം ഒലിപ്പുകയും ചെയ്യും. ഇങ്ങനെ കൊണ്ട് ചിലരായത്തിൽ അള്ളാഹുടെ ഇൽമുക്കെതിരെ അവിടെ കമ്മിറ്റിയില് ചിലപ്പോ തിരുവളികയില്ലാണ്ട് അതുപോലത്തെ തീരുമാനം വന്നുപോ സ്വാഭാവികം.